പുള്ളിക്കാരി ഒരു ദിവസം ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ ചേട്ടാ PR വേണം ചേട്ടാ. എല്ലാവരും പറഞ്ഞു PR ഉണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഫുള്ളി നെഗറ്റീവ് ആയിക്കളയും. 16 ലക്ഷം കൊടുത്തിട്ട് അനുമോള് പോകുന്നുണ്ടെങ്കിൽ അനുമോൾ മണ്ടിയാണ്. PR എല്ലാവർക്കും ഉണ്ട്, അത് തെറ്റല്ല. അവരുടെ ലൈഫാണ്, അവരുടെ കരിയറാണ്, അവർ പലതും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു സഹായം തേടുന്നത് തെറ്റില്ല. പിന്നെ 16 ലക്ഷം രൂപ എന്നൊരു എമൗണ്ട് ചേർത്ത് അനുമോള് തന്നെയാണ് അത് പറഞ്ഞതെന്നും ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു അനുമോള് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ആർക്കും PR കൊടുത്തു പറഞ്ഞിട്ടില്ല. ബിന്നി പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേ ആ പറയുന്ന ആൾക്കും PR ഉണ്ടാവരുത്. ബിന്നിയുടെ ടീമിനെ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ PR ഉള്ളത് എമൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയാം അനീഷ്, ഈ PR ടീം വിചാരിച്ചാലേ വോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ഒഫീഷ്യലി വരുന്ന വോട്ടുകൾ എന്താണെന്ന് PR ടീമിന് അറിയാം. ഞാനൊരു PR ആണ്, എൻ്റെ ആള് ഡേഞ്ചറാണ്. ഈ ആഴ്ച ഒരു 2000 വോട്ട് എങ്ങനെയും മറിക്കണം, എവിടെ നിന്നെങ്കിലും നമുക്ക് ഒപ്പിക്കണം. അപ്പോൾ ഞാൻ ഇന്നാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് 2000 വോട്ട് വേണം, ഞാൻ എങ്ങനെ പറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ 2000 വോട്ടിന് വേണ്ടി അവനെ അപ്രോച്ച് ചെയ്യും. അയാളെ സേവ് ചെയ്യാൻ വേണ്ടി 2000 വോട്ട് ചിലപ്പോൾ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. കാരണം കാശ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആരും ചെയ്തു തരത്തില്ല. ഒരാൾ സേവ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ വേറെ ഔട്ടാക്കാൻ വേണ്ടിയല്ലല്ലോ, രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലോ. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ വേറെ ആൾക്കാരെ ഔട്ടാവും. അനുമോൾക്കെതിരെ വരുന്ന സൈബർ അറ്റാക്സ് റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾക്കൊരു ഇത് വേണം. അനുമോളെ മോളെന്ന് വിളിക്കുന്നത്, പക്ഷെ അനു എന്ന് വിളിക്കാറില്ല. ബാക്കി എല്ലാം ചേർത്ത് മോളെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അനുമോള് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തു. പുള്ളിക്കാരങ്ങനെ ലോൺ എടുക്കാത്ത ആളാണ്. ഈ ലോണ് ഭയങ്കര ബേർഡനാണ്. അനുമോള് ഇവിടുന്ന് പോകുമ്പോൾ അനുമോളുടെ ബാങ്ക് ബാലൻസ് 77 രൂപയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് BB കഫേ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിനു വിജയാണ്. വെൽക്കം. ഹായ്. അപ്പോൾ താങ്കളെ പറ്റി പറയുമ്പോൾ അനുമോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കേണ്ടി വരും അല്ലേ? ഇപ്പോൾ ജനങ്ങൾ പലതരത്തിലുള്ള കമന്റ്സ് ആണ് പറയുന്നത്. താങ്കൾ അനുമോളുടെ PR ആണ്, PR അല്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതെ, OMR അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി എന്താണ് ഈ PR? അതാണ് ഞാൻ ശരിക്കും തിരിച്ചാണ് ഞാൻ ജനങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച PR? PR എന്ന് പറയുന്നത് ഒരു പബ്ലിക് റിലേഷനാണ്. നമ്മൾ ഒരു വ്യക്തിനെ ഏതെങ്കിലും ഒരു മീഡിയമിലൂടെ, അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആവാം, മീഡിയാസ് ആവാം, ചിലപ്പോൾ പഴയ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏത് മീഡിയവും സ്വീകരിച്ച് ആ മീഡിയം യൂസ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വർക്കിൻ്റെ പേരാണ് PR. PR എന്ന് പറയുന്നത് ഒരു ബേസിക് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ PR എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വലിയ മാഫിയ പോലെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. അങ്ങനെയല്ല. PR എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന ഒരു വർക്കാണ്. സോ ഇവിടെ PR ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൂവി ഇറങ്ങുന്നു. ആ മൂവി ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാത്തൊരു മൂവി ആയിരിക്കാം, ഡയറക്ടർ പുതിയ ആൾക്കാരായിരിക്കാം, ആക്ടേഴ്സ് പുതിയ ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരു PR-നെ ഏൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പല PROസിനെ അറിയാമായിരിക്കുമല്ലോ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മഞ്ജു ഗോപിനാഥ് ഉണ്ട്, ആതിര, അങ്ങനെ കുറച്ച്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, നിങ്ങളെ പോലത്തെ മീഡിയാസിനെ അറിയിക്കും, എടാ ഇങ്ങനെ ഒരു മൂവി വരുന്നുണ്ട്, നമുക്കൊരു ഓഡിയോ ലോഞ്ച് വരുന്നുണ്ട്, പ്രസ് മീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. ആ മീഡിയേറ്ററാണ് PR എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഹൗസിലെ PR എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഷോ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ഷോയാണ്. ആ ഷോ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് തന്നെ അറിയാം. ബിക്കോസ് നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്ന മുമ്പ് റോട്ടിൽ മൊത്തം ലാലേട്ടൻ്റെ ഫ്ലെക്സ് ആണ്, ഈ ഷോ വരാൻ പോകുന്നു. അതിനുശേഷം പ്രമോസ്, ഗംഭീര പ്രമോസാണ്. എനിക്കൊന്ന് മൃദുൽ നായർ, നമ്മൾ BTech ഡയറക്ടർ മൃദുൽ നായരാണ് ചെയ്തത്. ഗംഭീര പ്രമോസ്, എല്ലാം മില്യൺസ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷോന് ഒരു അവയർനെസ്സും ബ്രാൻഡിങ്ങും PR അവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ വരുന്ന ഓരോ ആൾക്കാർ, അത് ചിലപ്പോൾ ന്യൂ ഫേസ് ആയിക്കോട്ടെ, എക്സ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് ആണ് ഈ ഷോ കൊടുക്കുന്നത്. കാരണം ആ ഷോ അത്രയും വലുതാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ ചാനലാണ് അത് വരുന്നത്. ഒന്ന്, ആ ചാനലിലെ ഏറ്റവും TVR ഉള്ള ടെലിവിഷൻ റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. കാരണം ഒരു വർഷത്തിൽ മലയാളിയുടെ 1/3 ആ ഷോയാണ്. 24 hours കാണുന്ന പലരും ഉണ്ട്. പല വീട്ടമ്മമാർക്ക് ഏറ്റവും റിലീഫായിട്ടുള്ള ഷോയാണ്. പല ആൾക്കാർക്കും എന്താ പറയുക, അവർക്ക് എല്ലാ കൊല്ലം ഒരു 1/3 ഞാൻ ഇതിനുവേണ്ടി മാറ്റി വെക്കും. അങ്ങനത്തെ കുറെ ആൾക്കാർക്ക് ഈ ഷോ വലിയൊരു റിലീഫാണ്. കുറെ ആൾക്കാർക്ക് ഈ ഷോ ഒരു സഹായമാണ് ആക്ച്വലി, ടൈം പോകാനും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോന് അതിൽ വരുന്ന ആൾക്കാർക്ക് PR എക്സ്ട്രാ ആവശ്യമില്ല. ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ ഷോ തന്നെ അത് പ്രൊമോ ആയിട്ട് ഇറക്കുന്നുണ്ട്. കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൽ കാണുന്ന ജനങ്ങൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
സോ ഇതിൽ ഒരു വ്യക്തിക്കും കാരണം എല്ലാവരും ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ പല ആൾക്കാരും PR വേണോ അല്ലെങ്കിൽ ഞങ്ങൾ PR ചെയ്യാം, ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരെ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ പേടിപ്പിക്കും, പലരും പേടിപ്പിക്കും. കാരണം പല കോണ്ടസ്റ്റൻസിനെ പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ഈവൻ അനുമോളെ വരെ പേടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ PR ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആവും. ഇപ്പോൾ ഔട്ടായ ഒരു കണ്ടസ്റ്റൻസിന്റെ അവരുടെ സ്വന്തം ടീം തന്നെ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നെഗറ്റീവ് ഭയങ്കരമാണ്, ആ നെഗറ്റീവ് മാറ്റണമെങ്കിൽ 50,000 രൂപ വേണം, 1,00,000 രൂപ വേണം. മനസ്സിലായോ? അതായത് ഇവരുടെ ടീം തന്നെ നെഗറ്റീവ് ഇടും, ഇവർ തന്നെ അത് പോസിറ്റീവ് ആക്കി കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അതായത് ഇവർ തന്നെ രോഗം ഉണ്ടാക്കി ഇവർ തന്നെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ആ കണ്ടസ്റ്റന്റ് പേര് ഞാൻ പറയാത്തത് അയാളായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോ PR അല്ലെങ്കിൽ അനുമോളുടെ PR എന്നൊക്കെ പറ്റി അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചോട്ടെ, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് അനുമോൾ? എങ്ങനെ അറിയാം അനുമോൾ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഉണ്ട്, എല്ലാവരുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സീസണിലും നമ്മുടെ ഫ്രണ്ട്സ് പോകുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാനിപ്പോൾ ഒരു മൂവിയുടെ പുറകിലാണ്. അപ്പോൾ നമ്മൾക്ക് PR എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് വർക്കാണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല മീഡിയാസിനെയും വിളിച്ച് എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ പോയിട്ട് അത് ചെയ്തു തരണം എന്ന് പറയാൻ അത് വലിയൊരു പ്രോസസ്സാണ്. ഓക്കെ, അതിനൊരു ടീം രൂപീകരിക്കണം, നമുക്ക് മിനിമം ഒരു 25 പേരെങ്കിലും ആ ടീമിൽ വേണം. മനസ്സിലായി? അത് വലിയ പ്രോസസ്സാണ്. അപ്പം അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് PR എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഒരു ദിവസം ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ ചേട്ടാ PR വേണം ചേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു നിനക്കെന്തിനാ PR, നിന്നെ ഓൾറെഡി ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെയല്ല ചേട്ടാ, എല്ലാവരും പറഞ്ഞു PR ഉണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഫുള്ളി നെഗറ്റീവ് ആയി കളയും. അപ്പോൾ ബേസിക്കലി ഷോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കണ്ടന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്, ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ഒരാളെയും പോസിറ്റീവ് ആക്കാൻ ചിലപ്പോൾ ആ ഷോന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഒരാളെ തന്നെ പോസിറ്റീവ് ആക്കി ഇവൻ കൊള്ളാം സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ആ ഷോ ഒരിക്കലും ആ ഷോൻ്റെ ഇത് അങ്ങനെയല്ല. ആ ഷോന്ന് വെച്ചാൽ അവിടെ 25 പേരുണ്ടെങ്കിൽ ആ 25 പേര് ചെയ്യുന്ന പല പല കാര്യങ്ങൾ അവർ പുറത്തു വിടും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജ്മെന്റിലാണ്. ഇപ്പോൾ അനുമോള് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് കേട്ടൊരു കാര്യമാണ് ഈ കരച്ചിൽ കാർഡ് ഇറക്കുന്നു, എന്ത് പറഞ്ഞാലും കരയുന്നു. ഇപ്പോൾ ബിഗ് ബോസ് ഔട്ടായി പുറത്ത് വന്ന കണ്ടസ്റ്റൻസ് പോലും പുറത്ത് പറയുന്നത് എന്ത് പറഞ്ഞാലും ഇങ്ങനെ കരയാൻ പറ്റുമോ, അത് വെറും ഡ്രാമയാണ്. റിയൽ ലൈഫിൽ എങ്ങനെയാണ് അനുമോൾ പേഴ്സണലി അറിയാൻ? അനുമോളുടെ ഫോണിലുള്ള സ്റ്റിക്കേഴ്സ് പോലും കരയുന്ന സ്റ്റിക്കേഴ്സ് ആണ്. മനസ്സിലായോ? പുള്ളിക്കാരി അങ്ങനെയാണ് കൂടുതലും എന്താ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവണമെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു പ്രശ്നം വന്നു കരഞ്ഞു അത് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ അയാൾ അഡാപ്റ്റ് ചെയ്ത രീതിയായിരിക്കും കരച്ചില്ല. ആള് മുന്നോട്ട് പോകാൻ ഓക്കെ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പലരും അങ്ങനത്തെ ആൾക്കാരുണ്ട്, എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യുന്ന പല ആൾക്കാരും അങ്ങനെയുണ്ട്. ഒന്ന് കരഞ്ഞാൽ ഓക്കെയാണ്. ചില ആൾക്കാരെന്താ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോയി മദ്യപിക്കും, പിന്നെ അത് ഓക്കെയാണ്. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഓരോ വ്യക്തികളനുസരിച്ച് ഇയാൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സെറ്റാവും, പിന്നെ ഞാൻ പിന്നെ സ്ട്രോങ് ആക്കണം. കരഞ്ഞു കഴിഞ്ഞ ശേഷം അനുമോൾ സ്ട്രോങ് ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് അതായത് പല ഗസ്റ്റുകൾ അവിടെ കയറിയപ്പോഴും അനുമോളെ നീ കരയല്ലേ, അനുമോള് കരയുന്നുണ്ടെങ്കിലും അതിനൊരു റീസൺ ഉണ്ട്. ചുമ്മാ പോയിട്ട് കരയുന്നില്ല. അവിടെയുള്ള എല്ലാവരും കരയുന്നുണ്ട്, എല്ലാവരും ഹ്യൂമൻസ് ആണ്. കരയുന്നത് ഒരു വീക്ക് പോയിന്റ് അല്ല. കരയുന്നത് ഇപ്പോൾ എനിക്ക് കരയുന്നത് വളരെ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. ഒന്ന് കരയാൻ പറ്റുന്നില്ലല്ലോ, വിഷമം ഉണ്ടെങ്കിൽ ഒന്ന് കരയാൻ പറ്റുന്നില്ല, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കരയാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. സോ കരയുന്നത് ഒരു അത്രയും നമ്മുടെ മനസ്സിൽ അത്രയും ഭാരം ഉണ്ടാവില്ല, ആ ഭാരം പോട്ടെ. അപ്പോൾ കരയുന്നതല്ലാണ് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ അതാണ്. അതിനുശേഷം പുള്ളിക്കാരി ആ ഗ്രഡ്ജ് വെച്ച് പിന്നെ കളിക്കുന്നില്ല. മനസ്സിലായി? ഒരു പേഴ്സണൽ സാധനം ഞാൻ ഈ റീസെന്റ് കണ്ട എപ്പിസോഡില് എന്താണ് നെവിന് വെള്ളം കോരി എല്ലാം കഴിച്ചപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോളെ ഞാൻ മുട്ട എടുത്തോ ഇത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു പേഴ്സണൽ ഗ്രഡ്ജിലേക്കോ, ബിക്കോസ് എന്ന് വെച്ചാൽ ഈ ഷോ കഴിഞ്ഞ എല്ലാവരും ഫ്രണ്ട്സ് ആവേണ്ട ആൾക്കാരാണ്. ഈ ഇനിഷ്യലി എന്തുകൊണ്ടായിരിക്കും അനുമോളെ ഒരു വിധം, ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടസ്റ്റൻസ് ആട്ടോ, ഉള്ളിലുള്ള ആൾക്കാര് ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഹരാസ് ചെയ്യുന്ന പോലെയോ? അതെന്താ അങ്ങനെ ഒരു, കാരണം ഒരാളെ മാത്രം ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ, എല്ലാരും കൂടെ കൂട്ടം ചേർന്ന് ഇങ്ങനെ ആക്രമിക്കുന്നു. ലൈക്ക് ജസ്റ്റ് വന്ന്
കിച്ചണിൽ വന്ന് പണിയെടുത്തിട്ടുള്ളത് പട്ടിയെ പോലെ ഇരിക്കുന്നു, പട്ടി വർക്ക് ചെയ്യുന്നു, പട്ടി കിച്ചണിൽ പണിയെടുക്കുന്നു എന്നൊക്കെ വളരെ. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ആരും സംസാരിച്ചില്ല. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വിട്ടും ആരും അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. അപ്പോ ഇത്രയും അൺപാർലമെന്ററി ആയിട്ട് സംസാരിച്ചിട്ടും അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നില്ല. അതേപോലെ അനുമോളുടെ പ്രൊഫഷണലായിട്ട് നടിയാവുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. അവളെ നടിയെന്ന് വിളിക്കുന്നവരെ നടികൾക്ക് അപമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവളേക്ക് ആരാ നടിയാക്കിയത്, അതിനെന്തെങ്കിലും അവിടെ ഡിസ്കഷനാണ്. അതിനെന്തെങ്കിലും അവൾ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പൊ വേറൊരാൾ പറയണം ഞാൻ ഇത്രയും സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അനുമോൾ 1-2 സീരിയൽ മാത്രമേ ചെയ്യുള്ളൂ, പിന്നെ ഏതോ റിയാലിറ്റി ഷോ ഉണ്ട്, അല്ലാണ്ട് വേറെ പബ്ലിക്കിന്റെ ഇടയിൽ ഇതിന് വേർതിരിവുണ്ട്. ഈ മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു ഹയറാർക്കി കുറഞ്ഞതും, വലിയ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹയറാർക്കി കൂടുതലും, അതിന് മേലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ഹയറാർക്കി. അപ്പോൾ ഒരു ഹയറാർക്കി എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയ പേഴ്സണുള്ള ഹയറാർക്കി എന്താണ്, നല്ല സിനിമക്കാരനേക്കാളും ഹയറാർക്കിയുള്ള ഒരാളാണ് മീഡിയ എന്ന് പറയുന്നത്. മീഡിയ കഴിഞ്ഞിട്ടാണ് സിനിമ വരുന്നത്, സിനിമ കഴിഞ്ഞിട്ടാണ് മിനി സ്ക്രീൻ വരുന്നത്. സോ ഈ ഹയറാർക്കി വെച്ചിട്ട് പലരും സംസാരിക്കും. അപ്പം അനുമോളെ സംബന്ധിച്ച് എന്താ പറയാ, അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ളൊരു ആളാണ് അനുമോള്. അപ്പോൾ അനുമോള് ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അനുമോളായിരിക്കും ഷോ, എല്ലാവർക്കും അറിയാം. അതേസമയം അനുമോളുടെ വീക്ക്നെസ് കരച്ചിലാന്ന് എല്ലാവർക്കും അറിയാം. ഈ കരച്ചിൽ ക്രിഞ്ചാണെന്നും ഈ കരയിപ്പിക്കുന്ന ആൾക്കാർക്കും അറിയാം. അനുമോളെ കുറെ കരയിപ്പിച്ചാൽ ഇവള് മിണ്ടിയ കരയുന്ന ആളായതുകൊണ്ട് ഈ കരച്ചിൽ കണ്ട് ആൾക്കാർക്ക് ബോറടിക്കുന്നു അറിയാം. പിന്നെ ഒരാളെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്താലും അയാളുടെ വേഴ്സ്റ്റ് ആയിരിക്കും. ആ ഗെയിം അങ്ങനെയാണ്, അതൊരു സർവൈവൽ ഗെയിമാണ്. ഈ ഷോ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ഈ ഷോ എന്ന് പറയുന്നത് നമ്മൾ അതിജീവിച്ച് ജയിക്കേണ്ട ഒരു ഷോയാണ്. അതിന് നമ്മൾ എന്തെങ്കിലും അതിജീവിക്കണം ആ ഷോ വിൻ ചെയ്യണമെങ്കിൽ. അല്ലാതെ നമ്മൾക്ക് ഇമോഷണലി പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ആ ഷോയിൽ ഇല്ലെങ്കിൽ ആ ഷോ വെറുതെ ആയി. അപ്പോൾ നമ്മൾ എല്ലാവരും ഓണവില്ല് പാട്ടും പാടി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഷോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിലൊരു അതിജീവിതം, ഒരു സർവൈവർ ഇല്ല. ഏത് ബിഗ് ബോസിനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ബിഗ് ബോസ് ഇത് സർവൈവൽ ഷോ. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യണ എന്തൊക്കെയാണ്, നമ്മുടെ ബേസിക് നീഡ്സ് എല്ലാം കട്ട് ചെയ്തു. നമ്മുടെ ഉറക്കം, നമുക്ക് തോന്നിയ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഫുഡ്, ഇപ്പോൾ തമിഴ് ബിഗ് ബോസിൽ വെള്ളം പോലും ഇല്ല. അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സ്, ഈ പ്രാവശ്യം ഡ്രസ്സ് കൺട്രോൾ ചെയ്തു, കോസ്മെറ്റിക്സ് ഇല്ല. അതേപോലെ തന്നെ നമ്മൾ 100 ദിവസം പപ്പറ്റ്സ് ആണ്. ഈ ഷോ പറയുന്ന പോലെ നമ്മൾ ചെയ്യണം. ഒരു ദിവസം ഉറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഉറങ്ങണ്ട, ഒരു ദിവസം എൻഡ്യൂറൻസ്, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കണം, ഒരു ദിവസം കാറി കയറി ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. അവർ തരുന്ന എല്ലാ ടാസ്കും ചെയ്യണം. നമ്മൾ റിയൽ ലൈഫിൽ 100 ദിവസം ആരെങ്കിലും നമ്മളോട് പറയണം നീ ഞാൻ പറഞ്ഞത് ചെയ്യുന്നവൻ ആരും ചെയ്യും. പക്ഷെ ആ ഷോയിലേക്ക് സൈൻ ചെയ്ത ആൾക്കാർ അതെല്ലാം അവരുടെ, ബിക്കോസ് നമ്മൾക്കിപ്പോൾ ഏറ്റവും ഇപ്പോൾ ബേസിക് നീഡിനേക്കാളും ബേസിക് നീഡാണ് ഫോണില്ല. നമുക്ക് അറിയാൻ പറ്റുന്നില്ല പുറത്ത് എന്ത് സംഭവിക്കുന്നു. കാരണം എല്ലാവർക്കും പേടിയാണ്, ബിഗ് ബോസിൽ പോകാൻ പേടിയാണ് പുറത്ത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ. കാരണം പലരും ലൈഫുണ്ട്. അനുമോളും പോകുന്നതിന് മുന്നേ അതിനെപ്പറ്റി കൺസേൺ ആയിരുന്നു. അതായത് തിരിച്ചിറങ്ങുമ്പോൾ നെഗറ്റീവ് ആവോ, ഞാൻ പോണോ, എനിക്ക് തോന്നുന്നു കാശ് കണ്ടിട്ട് മാത്രമാണ്, അല്ലാണ്ട് വേറൊരു ഫെയിമിന് വേണ്ടിയിട്ട് ഒന്നും അല്ല പോയത്. അതായത് അനുമോൾക്ക് കഴിഞ്ഞ 3 സീസണിലും വിളിക്ക് വരുന്നുണ്ട്. കാരണം അത്യാവശ്യം കഴിഞ്ഞ 8-9 വർഷമായിട്ട് പുള്ളിക്കാരി അത്യാവശ്യം ഫീൽഡിലുണ്ട്. സ്റ്റാർ മാജിക് പോലത്തെ ഷോസിലൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല പോപ്പുലർ ഫേസ് ആണ്. അപ്പോൾ അനുമോൾക്ക് ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അനുമോള് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തു. പുള്ളിക്കാരി അങ്ങനെ ലോൺ എടുക്കാത്ത ആളാണ്. ഈ ലോണ് ഭയങ്കര ബേർഡനാണ്. ഒരു പെർ മന്ത് 75,000 80,000 എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക്, ആർട്ടിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര കളർഫുൾ ജീവിതമാണ്, ഇവർക്കൊരു ഉദ്ഘാടനം ചെയ്ത 1.5 ലക്ഷം കിട്ടും, മനസ്സിലായോ. പിന്നെ അതേപോലെ തന്നെ ഒരു ഷോയിന് പോയാൽ, ഇപ്പം ആ ഷോയിന് ഇപ്പോൾ സ്റ്റാർ മാജിക് പോലെ ഷോയിന് അനുമോളുടെ സാലറി എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടും, മനസ്സിലായി. അതേപോലെ തന്നെ എന്താണ് ഒരു ഉദ്ഘാടനത്തിന് പുള്ളിക്കാരി പോകുന്ന എമൗണ്ട് എത്രയാണ്, വളരെ ചെറിയ തുകയ്ക്കാണ്. നിങ്ങൾ കുറച്ച് മീഡിയസിന് അറിയാതെ. അപ്പോൾ പുള്ളിക്കാരി സർവൈവ് ചെയ്യാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ ഓരോരോ ഷോ, കാരണം ഒരു 1.5 കൊല്ലമായിട്ട് സ്റ്റാർ മാജിക് ഇല്ല. അപ്പോൾ പുള്ളിക്കാരി അത്രയും ലൈം ലൈറ്റിലേക്ക് വന്നിട്ടില്ല. കുറച്ച് ലൈക്ക് കൊളാബറേഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അനുമോളെ പോലെ അത്യാവശ്യം കൺസർവേറ്റീവായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഉദ്ഘാടനങ്ങൾ കുറവായിരിക്കാം, പല ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ഉദ്ഘാടനത്തിൻ്റെ കൾച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ബർഡൻ കൂടുന്നുണ്ട്, ഈ ലോണിൻ്റെ ബർഡൻ കൂടുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചു എന്നാൽ ബിഗ് ബോസിൽ പോവാ, കാരണം എനിക്കിപ്പോൾ ഓൾറെഡി 30 ഏജ് ആയി, ഇനി ഓൾറെഡി ഇത്രയും കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും എൻ്റെ ഫാൻസ്, എനിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരി പോയത്. അപ്പോഴും പുള്ളിക്കാരി PR പറ്റിയൊരു ധാരണയില്ല. എന്നോട് ചോദിച്ചു എന്താണ് PR ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് PR ആവശ്യമില്ല, നീ ഇത്രയും തിരക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസ് വിളിച്ചിട്ട് നീ അത് ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ചെയ്ത മണ്ടത്തരമാണ്, ഞങ്ങളുടെ പുറത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത ആളില്ല, ഞങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്. അനുമോളുടെ ഏറ്റവും കൺസേൺ അതാണ്, അക്കൗണ്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ ചേട്ടാ അക്കൗണ്ടും പോയി, നെഗറ്റീവ് പോയി, മനസ്സിലായി. റിപ്പോർട്ട് അടിച്ച അക്കൗണ്ട് പോകും. അതെ, റിപ്പോർട്ട് അടിക്കാം, ഹാക്ക് ചെയ്യാം, കോപ്പിറൈറ്റ് അടിക്കാം. അപ്പോൾ ഒരു
അക്കൗണ്ട് ഹാൻഡ്ലിങ് ചെയ്യണം. അതേപോലെ തന്നെ കാരണം ഈ ഒരാൾക്ക് ഒരു പോപ്പുലർ ഫിഗറിന് ഒരു നല്ലൊരു സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടെങ്കിൽ ആ റീച്ച് മാത്രം മതി താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ലോകം അറിയാൻ. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിട്ടാണ് അനിമോൾ പോയത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ PR. അതിപ്പോൾ ആര് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സാധനങ്ങൾ ഫാൻസാർ, കാരണം അനിമോൾ പോകുന്നതിന് മുമ്പ് ഏകദേശം 50ഓളം ഫാൻ പേജ് അനിമോൾ സ്റ്റാർ മാജിക് അനിമോൾ ഉണ്ട്. അപ്പോൾ ഓൾറെഡി അനിമോൾക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കാരണം അനിമോളുടെ ഫാൻ പേജസ് ഇപ്പോൾ പോയി നോക്കി കഴിഞ്ഞാൽ 2020 തൊട്ട് സ്റ്റാർട്ടിങ്, 2018 തൊട്ട് സ്റ്റാർട്ടിങ്, എല്ലാം പഴയ പേജസ് ആണ്. അല്ലാതെ നമ്മൾ തുടങ്ങിയ ഫാൻ ആർമി പേജസ്. ജനങ്ങളിലും അതായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. കാരണം ഇപ്പോൾ അനിമോളുടെ കണ്ടന്റ്സ് ഇടാനായിട്ട് ഒത്തിരി പേജസ് ഉണ്ട്, അവരെല്ലാരും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനിമോളുടെ സോഷ്യൽ മീഡിയ വേറെ ആരോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതിനകത്തും കണ്ടന്റ്സ്. ഇതിപ്പോ അനിമോളെ മാത്രമല്ല കേട്ടോ, ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതാണ് എല്ലാവർക്കും നമ്മൾ PR എന്ന് പറയുമ്പോൾ ഇവര് PR എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആർമി പേജസ്, ഈ ആർമി പേജസ് എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും PR ഇല്ലാന്ന് വാദിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ്സ് എല്ലാവർക്കും ഇല്ലേ? അവിടെ PR ഇല്ലാന്ന് പറയുന്ന എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അവരുടെ എഡിറ്റ്സ്, കാര്യങ്ങൾ, വീഡിയോസ് ഇടാൻ പേജസ് ഉണ്ട്. ഇതാരാ ചെയ്യുന്നത് ആക്ച്വലി ഈ എഡിറ്റ്സ്? അതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാരും അവരുടെ പേജ് റീച്ച് ആകാൻ വേണ്ടി ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വരുന്ന കൊളാബ്സോ നമുക്ക് സ്റ്റോറി മെൻഷനൊക്കെ വരുന്ന ആൾക്കാരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ലോകം കാണണം. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് എഡിറ്റ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. വർഷങ്ങളായിട്ട് എല്ലാ ബിഗ് ബോസ് സീസണിലും ബ്യൂട്ടിഫുൾ എഡിറ്റ്സ് ഒക്കെ ചെയ്ത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അർജുൻ്റെ ഒക്കെ നല്ല എഡിറ്റ്സും, അർജുൻ ശ്രീതു കോംബോ, അതൊന്നും അർജുൻ ശ്രീതുവിൻ്റെ PR അല്ല. പക്ഷെ അവരിഷ്ടപ്പെട്ട് ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ കുറേ ആൾക്കാർ അവർ എഡിറ്റ്സ് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കാണിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം. നമ്മൾക്കിപ്പോൾ ഒരു ബിഗ് ബോസ് തുടങ്ങി, മിനിമം 2 പേരെ നമുക്ക് ഹയർ ചെയ്യണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി. രാവിലെ രാത്രി ഇരുത്തണം. ഒരു ദിവസം എഡിറ്റ് ചെയ്യണം, മിനിമം 2000 കൊടുക്കണം ഒരുത്തന്. അല്ല, ചുമ്മാ ഒരുത്തനെ എഡിറ്റ് ചെയ്യാൻ ഇരുത്താൻ 2000, 4000 രൂപ ഒരാൾക്ക് കൊടുക്കണം. 24 hours ആണ്. അപ്പോൾ 2 പേരെ ഹയർ ചെയ്യണമെങ്കിൽ 8000 ഒരു ദിവസം വേണം. 100 ദിവസം 8000 രൂപ വെച്ച് കൊടുത്താൽ എത്ര രൂപ? മനസ്സിലായോ? ഏകദേശം എത്രയാണ്? ഒരു 8 ലക്ഷം രൂപ അതിന് മാത്രമായി. സോ അത് പ്രാക്ടിക്കൽ അല്ല. ആരെങ്കിലും 8 ലക്ഷം രൂപ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെലവഴിക്കുമോ? അപ്പോൾ ഇവർ എഡിറ്റ്, അതും 35 lakhs മാത്രം പ്രൈസ് മണി ജയിച്ചാൽ കിട്ടുന്ന. അതെ, അത് മാത്രമുള്ള ഒരു പെർക്ക്, വേറെ ഒരു പെർക്സ് ഇല്ല. ഇപ്പൊ ഡെയിലി പേയ്മെന്റ്സ് ആണ്. പക്ഷെ ഈ പ്രാവശ്യം എല്ലാവർക്കും വളരെ തുച്ഛമായ എമൗണ്ട് ആണ്. മനസ്സിലായി? അങ്ങനെ നോൺ ഫീസസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് പിന്നെ അത് എല്ലാവർക്കും ഷോയിൽ എങ്ങനെയും കയറിയേ പറ്റി. ഒരു ചുമ്മാ എങ്ങനെയും ഷോയിൽ കയറി കുറച്ച് ഫെയിം ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ അതും പുറത്ത് പറയുന്നുണ്ട്, അനിമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്നത്. ലാക്സ് ആൻഡ് ലാക്സ് ആണ് ഡെയിലി. അല്ല, അനിമോളെക്കാളും പേയ്മെന്റ് വാങ്ങുന്നവരുണ്ട്. ലാക്സ് ആൻഡ് ലാക്സ് ഒന്നും ആരും കൊടുക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആ ഷോയിൽ ലാലേട്ടൻ എന്നൊരാളുണ്ട്. ആ ഷോന് പിന്നെ ആരും വേണ്ട. ആ ഷോന് ചിലപ്പോൾ നമ്മളൊരു ഫുള്ള് കോമണേഴ്സിന് വെച്ച് ആ ഷോ നടത്തിയാലും ഹിറ്റാണ്. ബിക്കോസ് അവിടെ ലാലേട്ടനുണ്ട്. ഇപ്പോൾ ബിഗ് എം എന്നുള്ള പേരിന്റെ മേളിൽ വേറെ ആരെ കൊണ്ടുവന്നിട്ടും ആ ഷോ അങ്ങനെ ഹിറ്റാകണം, ഇന്നാളുണ്ട് ഷോ ഹിറ്റ്, അങ്ങനെ ഒരു ഷോ ഇല്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീസൺ 5 അഖിൽമാരാർ അകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു 2500 ഫോളോവേഴ്സ് ഉണ്ട്. റോബിൻ അത്രയും പേർക്കൊന്നും അറിയത്തില്ല കയറുന്നതിന് മുമ്പ്. രജിത് കുമാർ ഫുള്ള് നെഗറ്റീവായിട്ട് പോയ ഒരാളാണ്. സാബുമോൻ, എനിക്കൊന്ന് പുള്ളിക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കൊരു ഫേസ്ബുക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ അങ്ങനെ ഒരു ഫോളോവിങ് പരിപാടിയോ അല്ല, അത്രയും ക്രൗഡുള്ള ആൾക്കാർ മാത്രമല്ല അവിടെ പോകുന്നത്. സാധാരണ ആൾക്കാരാണ് അവിടെ ഒരു ഇത് നടത്തിയേക്കുന്നത്. പക്ഷെ നമ്മൾ നല്ലൊരു പ്രൊഫൈൽ വെച്ചിട്ട് നല്ല കണ്ടന്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ അനിമോൾക്ക് വേണ്ടി എന്താണ് താങ്കൾ ചെയ്യുന്നത്? ഇപ്പോൾ PR അല്ല എന്ന് പറഞ്ഞു, ORM അല്ലെങ്കിൽ എന്താണ് OMR. അതാണ് OMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്നാണ്. എല്ലാവർക്കും റെപ്യൂട്ടേഷൻ ഉണ്ട്. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, ഈ ഷോ കാണുന്ന ലാലേട്ടനുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സൈബർ അറ്റാക്സ് വരാം, ഡീഗ്രേഡിങ് വരാം. ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അനിമോൾക്കെതിരെ വരുന്ന സൈബർ അറ്റാക്സ് റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾക്കൊരു ഇത് വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ലീഗൽ സൈഡ് ഇപ്പോൾ ഓൾറെഡി കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ കുറച്ച് പേജസിനെതിരെ പോയി. പർപ്പസ്ഫുള്ളി അനുമോളെ മോളെന്ന് വിളിക്കുന്നത്, പക്ഷെ അനു എന്ന് വിളിക്കാറില്ല, ബാക്കി എല്ലാം ചേർത്ത് മോളെന്ന് വിളിക്കുന്നുണ്ട്.
എല്ലാ പേജസും. അപ്പോൾ ഇങ്ങനത്തെ പേജസ് ഉണ്ടല്ലോ, അങ്ങനത്തെ പേജസിന് നമ്മൾ റിപ്പോർട്ട് അടിക്കുന്നുണ്ട്, അത്യാവശ്യം എന്താണ് കംപ്ലൈൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, ലീഗലി മൂവ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അത് അത്രയും ടോക്സിക് ആയിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പേജസ് ഇല്ലേ, ഇപ്പൊ പറഞ്ഞ പേജസ്, അത് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ടാർഗറ്റ് ചെയ്യുന്നതാണോ, അതോ റാൻഡംലി വരുന്ന പേജസ് ആണോ, എന്താ തോന്നുന്നു? അല്ല, ഇതെല്ലാം PR സ്റ്റണ്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ PR പലരും PR ചെയ്യാൻ അറിയാത്ത ആൾക്കാർ PR ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് നടത്തുന്ന PR സ്റ്റണ്ട് എന്താണ്? ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ഹീറോ ആകും. അത് ഒരാളെ ചവിട്ടി വലുതാക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു ഒന്നിന്റെ അപ്പുറത്ത് വലിയൊരു ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ വലിയ ഒന്ന് കയറി പോരുമല്ലോ. അപ്പൊ ഒരാൾ ഭയങ്കര മോശമാക്കിയിട്ടുള്ള വീഡിയോസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് ട്രാവൽ ചെയ്യും. കാരണം നെഗറ്റിവിറ്റി എപ്പോഴും ട്രാവൽ ചെയ്യും. നമ്മൾ ഒരാളെ പൊക്കി അടിച്ചൊരു വീഡിയോ, ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന അനിമോളെ പൊക്കി അടിച്ച വീഡിയോ ആണോ, ഏറ്റവും ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആണ്. മനസ്സിലായി? അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതിനേക്കാളും മേലെ ഡീഗ്രേഡിങ് വരേണ്ട ആളാണ് അനിമോള്. മനസ്സിലായി? കാരണം അവിടുത്തെ എല്ലാവർക്കും കോമൺ എനിമിയാണ് അനിമോള്. ഇപ്പോൾ എക്സിറ്റ് ആയ കണ്ടസ്റ്റൻസ് അടക്കം അതെ അനിമോളെയാണ് പറയുന്നത്. ഈ അനിമോളെ പറ്റി ആദ്യം, ഈ എസ്പെഷ്യലി PR-നെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു വലിയ ചർച്ച ആദ്യം സംഭവിക്കുന്നത് ബിന്നി 16 ലക്ഷം രൂപ എന്നൊരു എമൗണ്ട് ചേർത്ത് അനിമോള് തന്നെയാണ് അത് പറഞ്ഞതെന്നും. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു അനിമോള് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ആർക്കും PR കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അതിനൊരു ക്ലാരിറ്റി ഇല്ല. ആക്ച്വലി എന്റെ ചോദ്യം അതിലേക്കാണ്, എവിടെ നിന്നാണ് ഈ 16 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയത്? അനുമോൾ അത് പറയുന്നതിന്റെ യാതൊരു വീഡിയോയും ഇതുവരെ നമ്മളാരും പുറത്ത് കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ പറയുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത് മൈക്ക് മാറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഞാൻ ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത് നമ്മുടെ അപ്പാനി ശരത്തിനെയാണ്. ഓക്കെ, കാരണം അപ്പാനി ചേട്ടന്റെ പേരോടെ പറയുന്നുണ്ട്. അപ്പൊ അപ്പാനി ചേട്ടനോട് ഞാൻ വിളിച്ചിരുന്ന, ചേട്ടാ ഞാൻ നിങ്ങളെ PR ആണെന്ന് പറയുന്നത്. അതിൽ പിന്നെ പറഞ്ഞു അപ്പാനി ചേട്ടന്റെ PR ചെയ്യുന്ന അതേ ആൾ തന്നെയാണ് അനിമോൾ വിളിക്കുന്നത്. ഇവിടെ അപ്പാനി ശരത്തിന്റെ ആൾക്കാർ എന്നെ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നീ കാരണം അപ്പാനി ചേട്ടൻ ഔട്ടായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അപ്പാനി ചേട്ടനെ വിളിച്ചു, ചേട്ടാ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പാനി ചേട്ടൻ്റെ വീട്, എനിക്ക് നടന്നുള്ള ദൂരമുള്ളൂ. ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഞാനാണ് നിങ്ങളുടെ PR എന്നാണ് പറയുന്നത്. പുള്ളി എന്നോട് പറഞ്ഞത്, നീയാണ് PR ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നേ. മനസ്സിലായോ? അതിൽ വലിയ തെളിവൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതികരിക്കണല്ലേ? എന്തിനു പ്രതികരിക്കണം? കാരണം പുള്ളിക്ക് അതിനൊരു ടൈമില്ല. പുള്ളിയുടെ ഐഡന്റിറ്റി ബിഗ് ബോസ് അല്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നമ്മളിത് ഒരു എപ്പിസോഡിലൊന്നും വന്നിട്ടില്ല, ലൈവിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എവിക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും കേട്ട കണ്ടസ്റ്റൻസിൻ്റെ അവിടെ നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അനുമോൾ പറഞ്ഞത് എന്താണ്, ഈ അപ്പാനി ശരത്തിന് വന്നിരുന്ന, അത് അപ്പാനി ശരത്തിന് PR ഉണ്ടായിരുന്നില്ല ആക്ച്വലി, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അപ്പാനി ശരത്തിനെ എൻക്വയറി ചെയ്ത ഒരാള്, കാരണം അപ്പാനി ശരത്തിന് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം ആള് സെലിബ്രിറ്റി ആയതുകൊണ്ട് നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു. ആ പേയ്മെന്റ് കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾ PR ചെയ്ത് തരാം. അപ്പോൾ അപ്പാനി ചേട്ടനും ബിഗ് ബോസിൽ പോയതിന് പല കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് 16 ലക്ഷം 15 ലക്ഷം ഒക്കെ ചോദിച്ച ആൾക്കാർ ചെന്നിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാർ അനുമോളുടെ അടുത്തും ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോളുടെ ഫോണിൽ ആ ചാറ്റ്സ് ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ചോദിച്ച് ഇത്ര രൂപയാണ് ഞങ്ങൾ PR ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഇപ്പോൾ ആൾക്കാർ ചോദിക്കണമെങ്കിൽ എടുത്തു തരാം. അപ്പോൾ അവർ ഇങ്ങനെ 15 ലക്ഷം 16 ലക്ഷം ഒക്കെ ചോദിച്ചിട്ട് സാധനം വന്നിട്ട്, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അപ്പാനി ചേട്ടന് വന്നിരുന്ന ആൾക്കാർ എന്നെയും കോൺടാക്ട് ചെയ്തിരുന്നു, അവർ ഇത്രയും ചോദിച്ചിരുന്നു, അവർ അഡ്വാൻസ് ആയിട്ട് ഇത്രയും ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ രീതിയിലാണ് അവിടെ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതൊരു ഗെയിമായിട്ട് ആണ് ഞാൻ കാണുന്നത്. അത് പലരും ബാക്ക് ചെയ്തു, ജിസേലും പറഞ്ഞു, ഞാനത് കേട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഈ PR-നെ പറ്റി ധാരണ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ PR-നെ പറ്റി സംസാരിക്കരുതെന്നുള്ള ധാരണ പുള്ളിക്കാരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഓപ്പൺ ആയിട്ട് എനിക്കൊരു പുള്ളിക്കാരിക്ക് PR എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കാര്യമായിട്ട് പേജ് മാനേജ് ചെയ്യുന്നതും മറ്റേ കാര്യമായിട്ട് PR ഇത്ര കാശൊക്കെ ഉണ്ട്, ചുമ്മാ നമ്മൾ തള്ളൂല്ലേ, നമ്മളെ അടുത്ത് വന്നിരുന്നു 20 ലക്ഷമൊക്കെ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്ന പോലെ തള്ളുന്ന പല സ്ഥലത്തും അനുമോള് PR എന്ന് പറയുന്നുണ്ട്. അനുമോള് തന്നെയാണ് ഈ PR-നെ പറ്റി പറയുന്നത്, കാരണം അതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ ബിന്നി അത് സംസാരിക്കുന്ന സമയത്ത് ബിന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പറഞ്ഞത്. കാരണം അത് PR ഭയങ്കര ഒരു എന്താ പറയുക, ഒരാൾക്കൊരു പ്രിവിലേജ് പോലെയാണ് സംസാരിച്ചത്. PR ഉള്ളതുകൊണ്ട് ഒരു പ്രിവിലേജ് ആണ്, PR ഇല്ലാത്തത് പ്രിവിലേജ് ഇല്ലാത്തതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അത് കേൾക്കുന്ന നമ്മൾക്കും ബിന്നി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ അത് ആ പറയുന്ന ആൾക്കും PR ഉണ്ടാവരുത്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഞാൻ PR ചെയ്യാതെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ബിന്നിക്കും ആർമി പേജസ് ഉണ്ട്,
വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, എഡിറ്റ്സ് ഉണ്ട്. പിന്നീട് ടീമിനെ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. പിന്നീട് PR ചെയ്യുന്ന ആളെ എനിക്ക് പേഴ്സണലി അറിയാം. പിന്നീട് PR ചെയ്യുന്ന അതേ ആൾ തന്നെയാണ് വേറൊരാൾക്കും PR ചെയ്യുന്നത്. ഇവരുടെയൊക്കെ പേര് ഞാൻ പറയാത്തത് എനിക്ക് അവരായിട്ട് പേഴ്സണലി വലിയ ഇഷ്യൂ ഇല്ല. അവരെന്നെയും ചൊറിയാറില്ല, ഞാൻ അവരെയും ചൊറിയാറില്ല. അപ്പം അവിടെയുള്ള പലർക്കും PR ഇതാണ് നിങ്ങൾ PR എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ എഡിറ്റ്സ് വരുന്നു, വാട്സപ്പ് ആർമി വരുന്നു, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് വരുന്നു, അങ്ങനെയാണ് എല്ലാവർക്കും PR ഉണ്ട്. ഓക്കെ, അതിലും മോഡൽ അനിമോൾക്ക് എന്താണ് PR എന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാം. അനിമോൾക്ക് വേണ്ടി അങ്ങനെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നു, അത് വേറൊരു PR ആണ്. എന്ത് ക്യാമ്പയിനാണ് നടന്നിട്ടുള്ളത്? അനിമോൾക്ക് വേണ്ടി PR എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ട എന്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇത് PR വർക്കാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അനിമോൾക്ക് PR ഉണ്ട്. അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഉള്ള സംഭവമാണ്, എല്ലാവരുടെയും പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രൊഫൈല് സ്വന്തം പ്രൊഫൈൽ കൊടുക്കാതെ പോയ രണ്ട് പേര് അനീഷും നെവിനുമാണ്. അതിനർത്ഥം അവർക്ക് PR ഇല്ല എന്നല്ല. അനീഷിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സാധാരണക്കാരൻ എന്ന് ത്രൂ ഔട്ട് ഈ ഒരു എൻറ്റയർ ഷോ നോക്കുകയാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരാണ്, കുറെ കൂടി സാധാരണക്കാർ ഇതിനകത്ത് വരണം, അപ്പോൾ അതുപോലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അനീഷിന് ആക്ച്വലി PR ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതാണ് ഇവിടെ സാധാരണക്കാരെന്ന ടേം തന്നെ തെറ്റാണ്. അതായത് ഞാൻ സാധാരണക്കാരെന്ന്, ബിഗ് ബോസ് ഹൗസിലെ സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോകമായിട്ട് ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാണ്. ഒരു തരത്തിൽ എക്സ്പോഷർ പാടില്ല, മീഡിയ എക്സ്പോഷർ പാടില്ല, അയാളുടെ ക്രിയേറ്റീവ് എക്സ്പോഷർ പാടില്ല. ഇപ്പോൾ നമ്മുടെ സീസൺ 2 ഗോപിക, സീസൺ 2 3 അല്ല 5 വന്ന ഗോപികക്ക് പുറം ലോകമായിട്ട് ഒരു എക്സ്പോഷർ ഇല്ല. നമ്മൾ ഗോപിനെ കാണുന്ന അപ്പോഴാണ്, മനസ്സിലായി? അപ്പോൾ അതിനെ നമ്മൾ കോമണർ എന്ന് പറയും. അനീഷ് എന്ന് പറഞ്ഞ നല്ല എക്സ്പോഷർ കിട്ടിയ ഒരാളാണ്, അത്യാവശ്യം റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. ക്ലിക്ക് ആവാത്തത്, അത്രയും എക്സ്പോഷർ കിട്ടിയിട്ട് ക്ലിക്ക് ആവാത്തത് ചിലപ്പോൾ അയാളുടെ ടൈമിൻ്റെ ഇതോ അല്ലെങ്കിൽ അയാളെ ശ്രദ്ധിക്കാത്തതോ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ ആ ടൈമിൽ ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. അതിനർത്ഥം അയാളൊരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാണെന്നല്ല. അപ്പോൾ കോമണർ എന്നുള്ള ടേം നമുക്കവിടെ മാറ്റി വെക്കാം. പുള്ളി എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ഇപ്പോൾ പുള്ളിയുടെ പഴയ റീൽസൊക്കെ ആൾക്കാരിരുന്ന് കാണുന്നുണ്ട്, പഴയ വീഡിയോസ് വ്ളോഗ്സ് എല്ലാം കാണുന്നുണ്ട്. പുള്ളി ഇതൊക്കെ ചെയ്ത ഒരാളാണെന്ന് പലർക്കും മനസ്സിലായി. പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ 5 വർഷമായിട്ട് ഞാൻ ബിഗ് ബോസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഒരാൾ വെറുതെ വരില്ല. കാരണം അയാളുടെ ലൈഫ് ചിലപ്പോൾ ആ ബിഗ് ബോസ് എന്ന ഷോയാണ് അയാളുടെ ലൈഫിൻ്റെ ഡ്രീം, ഏറ്റവും വലിയ ഡ്രീം. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ജിൻഡോ ഇതേപോലെ 3 വർഷമായിട്ട് ഇങ്ങനെ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ ഷോയിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് സെലക്ഷൻ കിട്ടിയ ഒരാളാണ്. അതേപോലെ തന്നെ അനീഷും പല ഷോസിൽ പല സീസണിലും പല സീസണിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഈ സീസണിലേക്ക് ആൾക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ അയാളുടെ ഒരു ഹാർഡ് വർക്കിനെ മാനിച്ചിട്ടാണ് ആ ഷോയിലേക്ക് ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ആളുടെ പ്രൊഫൈൽ നമ്മൾ നോക്കും, ആൾ എഴുത്തുകാരനാണ്, ഓക്കെ, ഗുഡ് പ്രൊഫൈൽ. അല്ലാതെ കോമണർ ആണെന്ന് മാത്രം വച്ചിട്ടല്ല ആൾക്ക് സെലക്ഷൻ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും എനിക്ക് തോന്നുന്നു ജനങ്ങളിലേക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടാത്ത നെവിനാണെന്ന് തോന്നുന്നു. അതെ, നെവിനെ നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ നെവിനെ കണ്ടിട്ടുണ്ട്, നമ്മുടെ അഭിഷേകിന്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഇയാൾ ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാളാണെന്ന് നമുക്കറിയില്ല. കാരണം അയാൾ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാണ്, നമ്മളോട് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരോട് സംസാരിക്കില്ല. അപ്പോൾ അയാൾ ഭയങ്കര കോമണറാണ്. അതിലും നിങ്ങൾക്ക് അറിയാത്ത എത്ര പേര് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസണിലുണ്ട്. ഇങ്ങനെ ഒരാളുണ്ട്, സാബുമാന എനിക്കറിയില്ല, എല്ലാവരും പറയുന്നുണ്ടാവും, അയാൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അൽഗോരിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ കോമണറാണ്. പക്ഷെ എന്നാൽ പോലും അയാൾക്ക് കുറച്ച് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പോഷറാണ് ഒരാളെ കോമണർ ആക്കുന്നത്. ഇപ്പോൾ കന്നഡ ബിഗ് ബോസിൽ ഒരു കോമണർ ലേഡി ഉണ്ട്, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അതൊക്കെയാണ് കോമണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ കോമണർ കാർഡ് മാറ്റി വെക്കാം. ആള് നല്ല ഗെയിമറാണ്, ആള് നല്ല വരുമ്പോൾ PR സൈഡിലേക്ക് വരുമ്പോൾ അനീഷിന്റെ ഞാൻ PR കൺസൾട്ടൻ്റ് ആണ് ആക്ച്വലി, പക്ഷെ അനിമോളുടെ PR അല്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു PR കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പല PRസിനെ അറിയാം. അപ്പോൾ 2 ദിവസം മുമ്പ് സീക്രട്ട് ഏജൻറ് സായി അത് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയണത് ശരിയല്ല, കാരണം എന്ന് വെച്ചാൽ ഞാനത് കുറ്റം പറയുന്ന പോലെ ആവും. PR എല്ലാവർക്കും ഉണ്ട്, അത് തെറ്റല്ല. അവരുടെ ലൈഫാണ്, അവരുടെ കരിയറാണ്, അവർ പലതും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു സഹായം തേടുന്നത് തെറ്റില്ല. കാരണം അതിനുശേഷം അവർ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ അത് ചെയ്തില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യണം. ഇപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇപ്പോൾ PR എല്ലാവർക്കും അറിയാലോ, എല്ലാവരും PR ചെയ്യട്ടെ, പല ആൾക്കാരും PR ആയി വരട്ടെ. ഓക്കെ, നമുക്ക് ഒരു സ്പെഷ്യൽ റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, ഒരു റാപ്പിഡ് ഫയർ.
ഓക്കെ, അപ്പൊ താങ്കൾക്ക് തോന്നുന്ന പേരുകൾ ഏതാണ്, എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഒരു പേര് പെട്ടെന്ന് പറഞ്ഞു. എന്റെ ആൻസേഴ്സ് ബയസ്ഡ് ആയിരിക്കും, കാരണം ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിഗ് ബോസ് ഹൗസിനകത്ത് ഡാമേജ് കൺട്രോളിന് വേണ്ടി PR സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് നിലവിൽ ഇപ്പോൾ ആരായിരിക്കും? ഹനുമോൾ തന്നെയാണ്. അനുമോൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ചെയ്യുന്ന തെറ്റും ഒരു പുരുഷൻ ചെയ്യുന്ന തെറ്റും രണ്ടാണ്. ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ കീറി മുറിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒരു പുരുഷനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാവും. അവന് കുറച്ച് സപ്പോർട്ട് കൂടുതലാണ്. അത് സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ലേഡി കണ്ടസ്റ്റൻസിനും ഡാമേജ് കൺട്രോളിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത്. ഈ ഷോയിലൂടെ എഫക്റ്റ് ആയിട്ടുള്ള അവരാണ്. എല്ലാ ലേഡി കണ്ടസ്റ്റൻസിനും വേണം. പക്ഷേ അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഫ്യൂച്ചർ, കുറച്ചും കൂടി എന്താ ഇത്രയും ഫെയിം ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തിയത് കൊണ്ട് ഞാൻ പറയും അനുമോൾക്കാണ് കുറച്ചും കൂടി വേണ്ടത്. ഓക്കെ, നിലവിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ PR ടീം സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻ്റായി തോന്നുന്നവരായിരിക്കും? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR നമുക്കൊരു ഇന്ന ആൾക്ക് ഇന്ന PR, ഇന്ന ആൾക്ക് ഇന്ന PR. ഇപ്പോൾ പലരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ലക്ഷത്തിൻ്റെ PR ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് വലിയ സംഭവം. അപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ട് ആൾക്കാർ എല്ലാവർക്കും PR എന്ന് റിവീൽ ആയപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ട് ആൾക്കാരെ വേർതിരിക്കാൻ തുടങ്ങി. അത്രയും ലക്ഷത്തിൻ്റെ PR ഉള്ള ആളാണ്. അപ്പോൾ ഇത്ര ലക്ഷത്തിൻ്റെ PR ഉള്ള പാവങ്ങൾ. ഞങ്ങൾ 5 ലക്ഷത്തിൻ്റെ PR കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾ 8 ലക്ഷത്തിൻ്റെ PR കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ PR-ന്റെ എമൗണ്ട്, പക്ഷെ ഈ 16 എന്ന് പറഞ്ഞ സാധനം അട്ടർ ഫേക്കാണ്. മനസ്സിലായി? അങ്ങനെ 16 ലക്ഷം കൊടുത്തിട്ട് അനുമോള് പോകുന്നുണ്ടെങ്കിൽ അനുമോൾ മണ്ടിയാണ്. മനസ്സിലായോ? 16 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, പിന്നെ 50,000 അഡ്വാൻസ്. ഞാൻ PR ചെയ്യുന്ന ഒരാളാണെങ്കിൽ 50,000 അഡ്വാൻസ് കൊടുത്ത് ഞാൻ വർക്ക് ചെയ്യില്ല. മണ്ടത്തരമല്ലേ? ബാക്കി 15 ലക്ഷത്തിന് ഞാനിങ്ങനെ കാത്തിരിക്കണം. 100 ദിവസം കഴിഞ്ഞ് 15 ലക്ഷം, അത് മണ്ടത്തരമല്ല അത്. അപ്പം നമ്മളത് ചെയ്യത്തില്ല, ഞാൻ ചെയ്യത്തില്ല പേഴ്സണലി. അതേപോലെ തന്നെ 16 ലക്ഷത്തിനും ആരും കൊടുക്കത്തില്ല. കൂടിപ്പോയി ഞാനിപ്പോൾ പറയാം, ഒരു PR കൊടുക്കുവാണെങ്കിൽ മാക്സ് ടു മാക്സ് 5 ലക്ഷം രൂപ. അതാണ് ഒരു ബിഗ് ബോസ് ഷോന്റെ PR-ന്റെ മാക്സിമം. അതുപോലും അനുമോള് കൊടുത്തിട്ടില്ല. മനസ്സിലായി? അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, എൻ്റെ വിത്ത് എവിഡൻസ്. ബിക്കോസ് അനുമോള് ഇല്ല. അനുമോള് ഇവിടുന്ന് പോകുമ്പോൾ അനുമോളുടെ ബാങ്ക് ബാലൻസ് 77 രൂപയാണ്. 75,000 ആണ് അനുമോളുടെ ബാങ്ക് ബാലൻസ്. അത് അനുമോൾ ഈ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് പ്രൂവ് ആക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ തരാം. മനസ്സിലായോ? അതുപോലും പുള്ളിക്കാരിക്ക് ഡ്രസ്സ് എടുക്കാനും മറ്റെടുക്കാനും അതെടുക്കാനും ഇവിടെ പോകാനും അവിടെ പോകാനും. ഇപ്പോൾ എയർപോർട്ടിൽ എന്തോ ലഗേജ് ഫീ എന്തോ വന്നു, ഭയങ്കര എമൗണ്ട് വന്നു. കാരണം 30 കിലോ 40 കിലോ എന്തോ. കാരണം ഈ ബിഗ് ബോസ് ഷോയില് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ 100 ദിവസത്തെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ വെയിറ്റ് കൂടി, അങ്ങനെ എയർപോർട്ടിൽ കുറെ പേയ്മെന്റ് കൂടി. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് അവിടെ കയറിയത്. ആൾക്ക് 2 ആഴ്ചത്തെ പേയ്മെന്റ് വന്നത് പോലും 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? അത് ബ്രില്യൻസ്. കാരണം പണ്ടത്തെ സീസണിലൊക്കെ മുൻകൂറായിട്ട് കിട്ടും, കയറുന്നതിന് മുമ്പ് കിട്ടും. അവർ ആ കാശ് PR-ന് യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ PR ഉള്ളത് എന്ന് തോന്നുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും PR ഉണ്ട്. എമൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയാം അനീഷ്. ഓക്കെ, ഫൈൻ, അനീഷ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ സോഷ്യൽ മീഡിയ പേജ് മ്യൂട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടുന്നത് ആരുടെ പേജ് ആയിരിക്കും ഇപ്പോൾ കറന്റ്ലി ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൽ? എല്ലാവരും പാവങ്ങളാണ്. ആരുടെ അങ്ങനെ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അങ്ങനെ ഫാൻ പേജസിലാണ് ഹേറ്റഡ് സ്പ്രെഡ് ആവുന്നത്. അവരുടെ സോഷ്യൽ മീഡിയ പേജസ് അവരുടെ ഇഷ്ടം, അവരെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ എല്ലാവർക്കും ഒരു റീച്ച് കിട്ടട്ടെ. കാരണം പലർക്കും റീച്ച് വന്നിട്ടില്ല. ഈ PR ടീം വിചാരിച്ചാലേ വോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? വോട്ട് അങ്ങനെ പറയുന്നുണ്ട് പുറത്തുള്ള ആൾക്കാർ, PR ടീമാണ് ഇപ്പോൾ വോട്ട് ചെയ്തത്. തോറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്ത് റീസൺസ് പറയാം. ഞാൻ ഈ വോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. നമുക്ക് വോട്ട് അറിയാൻ പറ്റുമോ? ഇപ്പോൾ ഇത്രയും വോട്ട് ഇന്ന ആൾക്ക് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. വോട്ട് മാനിപ്പുലേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയും അങ്ങനെ ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവർ പറയണം ഇത്ര ഒഫീഷ്യലി വരുന്ന വോട്ടുകൾ എന്താണെന്ന് PR ടീമിന് അറിയാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അവിടെ ഈ ചാനലിന്റെ വീഴ്ചയാണ്. മനസ്സിലായോ? കാരണം ഇത്രയും സീസൺ ആയിട്ടും എത്ര വോട്ട് കിട്ടി എന്നുള്ളത് ഈവൻ ചാനൽ പോലും പുറത്തുവിടാത്ത കാര്യമാണ്. അതെങ്ങനെ PR ടീമിന് അറിയാം? PR കൊണ്ട് മാത്രം ഒരാൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ അതാ പറഞ്ഞത്. എല്ലാവരും ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അർജുനീനെ മെസ്സി ഇവിടെ വരാത്തത് അനുമോളുടെ PR കാരണം ആണ് എന്ന് വരെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആരൗട്ടായാലും അനുമോളുടെ PR. അപ്പം ഒരു ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന റീസണാണത്. അതൊരു PR തന്ത്രമാണ്. ഫിനാലയിലേക്ക് വരുമ്പോഴേക്കും ജനങ്ങൾ വിചാരിക്കുമോ 16 ലക്ഷമുള്ള PR ജയിക്കണോ പാവപ്പെട്ട ഒരുത്തും ജയിക്കണോ? ആ രീതിയിലേക്ക് ഒരു കമ്പാരിസൺ വരും. അതൊരു ബ്രില്യൻറ്റ് മൂവാണ്.
ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊരിക്കലും റോങ് മൂവ് അല്ല, അതൊരു കണ്ടന്റ് ഇന്നോട് ഇട്ടു, അത് പിടിച്ചിട്ട് അതും ഇപ്പോഴും എന്താണ് അനുമോളെ PR മോൾ എന്ന് വിളിക്കും. 16 ലക്ഷത്തിന്റെ ഹുങ്കലട നിനക്ക് എന്നൊക്കെ പറയും. മനസ്സിലായി, 16 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അനുമോൾക്കൊന്നും ചെയ്യണം, അവിടെ കണ്ടന്റ് കൊടുക്കുക, വെറുതെ ഇരുന്നാൽ മതിയല്ലോ, ബീൻ ബാഗിൽ ചുമ്മാ ഇരുന്നാൽ മതി. നമുക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഒന്നും ചെയ്യാതെ അവിടം വരെ എത്തത്തുള്ളൂ. അപ്പൊ എന്തായാലും ഒരാഴ്ചയും കൂടി ഉള്ളൂ, നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ആ ബിഗ് ബോസ് കപ്പ് ഉയർത്തുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.